വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുള്ളൂ. എപ്പോഴും കളിക്കുമ്പോൾ മിനിമം ഒരു 5-4 പേരെങ്കിലും ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം 2 പേരുള്ളൂ. അപ്പോൾ ഇന്ന് സ്കൂൾ തുറന്ന ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കളിക്കാൻ വിചാരിച്ചു. അപ്പോൾ വിചാരിച്ചു ഡാൻസ് അങ്ങനെ എന്താ റീൽ എടുക്കാൻ വിചാരിച്ചു. പക്ഷെ അത് നടക്കണില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒളിച്ചുകളി കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവളാണ് ഞങ്ങൾ ഒളിച്ചളിക്ക് ഫസ്റ്റ് എണ്ണനാണ്. അപ്പോൾ ഇവളാണ് കള്ളൻ. നമുക്ക് ഒളിച്ചിക്കാം. അപ്പോൾ ഫുള്ള് വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യും. ഞങ്ങൾ മിനിമം 2-3 കളി കളിക്കുന്നുണ്ടാവും. അത് ഫുള്ള് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ എണ്ണൻ്റെ കുറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ എപ്പോഴും കളിക്കുമ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഒളിച്ചളിക്കുമ്പോൾ എണ്ണാറുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ ഇവിടെ തന്നെയാണ് എണ്ണണത്. പുതിയതായിട്ട് സ്ഥലം ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല കള്ളനെ നോക്കവിടെ അറിഞ്ഞ് നമുക്ക് ഒന്ന് ഇല വെച്ചിട്ട് കള്ളനെ ആരാ നോക്കാമെന്ന് അറിഞ്ഞു. അപ്പോൾ തീർത്ത ഇല വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് തുടരുന്നത്. മൂത്ത ആൾ ഇവിടെ ഉണ്ടായിട്ട് നോക്ക് വയ്യ. അപ്പോൾ ഇവൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് വെച്ചോ. ഞാൻ ഒന്ന് തൊടുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ട ഞാനല്ലേ ഈയാണ്. അപ്പോൾ ഇവൾ വെച്ചത് മോതിര വിരലിലാണ് കേട്ടോ. ഞാൻ പിടിച്ചത് ചെറുവിരലിലാണ്. അപ്പോൾ കള്ളനാണ്. അപ്പോൾ നമുക്ക് ഒളിച്ചിക്കാം. എത്ര വരെ ഉണ്ടെന്ന് ഓക്കെ. ഇവൾ 50-50 വരെ ഉണ്ട്. നമുക്ക് ഒളിച്ചിക്കാം. കള്ളക്കളി ഒന്നും കളിക്കരുത് കേട്ടോ. ഗൈസ്, ഞാൻ ഒളിച്ച് കളിക്കുന്നതിൻ്റെ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് റോട്ടിൻ്റെ അവിടെ കൂടെ കോടി വന്നിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവളുടെ വീടിൻ്റെ അവിടേക്കാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അവൾക്ക് ഈ സ്ഥലം അറിയാം. പക്ഷെ ഓൾ വരില്ലാന്ന് ചെറിയൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമുക്ക് ഓൾ എന്തായാലും വരില്ല ഉറപ്പാണ്. നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. ഹലോ ഗൈസ്, നമുക്ക് അമ്മു ചേച്ചീനെ കണ്ടെത്താൻ ഇവിടെ എവിടെയോ ഉണ്ട് തോന്നുന്നു. ബാ നമുക്ക് നോക്കി വെക്കാം. അപ്പം ഇവിടെ എവിടെയും കാണുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ തന്നെ പോയേക്കാം. ബാ റോഡ് നമുക്ക് പോകാൻ ചാൻസ് ഇല്ല. ഞാനൊന്ന് ഇവിടെ തന്നെ പോയേക്കാം. ബാ അപ്പോൾ ഇതേ ഭാഗത്ത് എവിടെയും ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ട് പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് നിന്നിട്ട് ഒരു സുഖം കിട്ടണില്ല. അപ്പോൾ അവൾ അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ഹലോ, അപ്പോൾ നമ്മൾ അമ്മച്ചേച്ചിൻ്റെ നോക്കി അവിടെയൊക്കെ പോയി. അവിടെ കാണുന്നില്ല. ഇവിടെ ഒന്നും കാണുന്നില്ല. എവിടെയാവും? ഇവിടെ ഒന്നും കാണുന്നില്ല. സാറ്റടിക്കുന്ന സ്ഥലത്ത് പോലും ഇല്ല ഇവിടെ. അപ്പം അപ്പോൾ ഗൈസ്, ഓളെ കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓള് അവിടെ ഉണ്ടാവില്ല വിചാരിച്ചു. ഇതാ പോണ് കള്ളേ. അവൾ സാറ്റടിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ എണ്ണണം. അപ്പോൾ ഇനി എനിക്ക് ഇവളെ കണ്ടെത്തണം. ഇവളേത് ലോകത്താണാവ ഇരിക്കുക. അപ്പോൾ ഇനി ഞാൻ എണ്ണും. ഈ കണ്ണെത്തണം. എടുത്ത് നിൽക്കണം കേട്ടോ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 നീ പോയിച്ചു. എണ്ണ നോക്കുമ്പോൾ ഒരാൾ എണ്ണുണ്ട്. നമുക്ക് റോഡിൻ്റെ അവിടേക്ക് ഒഴിക്കാൻ പോവാം കേട്ടോ. നമ്മൾ ഇവിടെയാണ് ഒഴിക്കാൻ പോകുന്നത്. നമുക്ക് അവിടേക്ക് എവിടെയെങ്കിലും സ്ഥലം വേണം. അവിടെ എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് എന്നറിയില്ല. നെഞ്ചൊക്കെ പൊട്ടിത്താവണ്ടേ. നമുക്കപ്പോൾ ഇങ്ങോട്ട് പോയി ഇത് വരുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഗായ്സ്, ഇനി നമുക്ക് തീർത്തനെ കണ്ടെത്താം. തീർത്ത് എവിടെയാണ്, ഏത് സ്ഥലത്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇനി ഞാൻ കുറച്ച് പാടുപെടും. അപ്പോൾ നമുക്ക് എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കൊന്ന് പോയോക്കാം. അവൾ അവിടെ നിൽക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട്. ബട്ട് നമുക്ക് പോയോക്കാം. ഞാൻ ഓടിയിട്ടായിട്ട് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ മറ്റേ അവിടെ ഒന്ന് സാറ്റ് അടിക്കുന്നത് എനിക്കറിയാം. അപ്പോൾ ഗൈസ്, ഈ ഭാഗത്തൊന്നും ഇല്ല. നമുക്ക് അങ്ങോട്ട് കൂടാ. പിന്നെ അവൾ അവിടെ നിന്ന് സാറ്റ് അടിക്കും. അയ്യോ ഞാൻ എത്തൂലേ. ഓക്കെ, ഇനി അടിക്കുമോ എന്നല്ല.
അപ്പം ഞാനിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുറ്റിയുടെ അവിടെ എത്തി. നമുക്ക് ഈ ഭാഗത്തേക്ക് പോയേക്കാം. ഞാൻ ഈ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇനി ചിലപ്പോൾ ഇനി മറ്റാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോയേക്കാം. ഈ ഭാഗത്തില്ല കേട്ടോ. അപ്പം ഞാൻ എന്തായാലും പെട്ടു. മറ്റവൾ തീർത്ത് തന്നെ വേഗം തന്നെ കണ്ടെത്തിട്ടോ. ഞാൻ കുറച്ച് പാടുപെട്ട് പോയേക്കാം. നമുക്ക് ഈ റോഡിൻ്റെ ഈ രണ്ട് സൈഡിലും നോക്കണം. ആളെവിടെ ഇല്ല. ഇനി നമുക്ക് ഇവിടെ ഒരു ഇതുണ്ട്, ഈ ഒരു ഭാഗത്ത് അവിടേക്ക് പോയേക്കാം. അവിടെ ഒന്നും കാണാനില്ല. അപ്പം അതാ അമ്മുച്ചേച്ചിനെ കണ്ടുപിടിക്കാൻ തോന്നുന്നു. നമുക്കിപ്പോൾ എവിടേക്ക് പോകും? എവിടേക്കെങ്കിലും പോയേക്കാം. ഇവിടെ ആളില്ല. അപ്പം ഗൈസ് ഞാൻ അവളെ സാറ്റിച്ചു. ഞാൻ തീർത്ത സാറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവളെ അടിച്ചു ഗൈസ്. അപ്പോൾ അവൾ എന്നെ അടിച്ചു, ഞാൻ അവളെ അടിച്ചു. അപ്പോൾ ഇനി ഇവളെണ്ണു, നമുക്ക് ഒളിച്ചിക്കാം. 6, 7, 8, 9, 10, 11, 12, 13, 14. ഗൈസ് ഞാൻ പ്രാവശ്യം ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തേക്കല്ല വന്നത്, കുറച്ച് ഒരു പാടുപെടുന്ന സ്ഥലത്തേക്ക് വന്നത്. ഓടിയിട്ട് കുറ്റി അവിടെ തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടേന്നുള്ളൂ. പക്ഷേ ഇവിടേക്ക് ഓള് വരാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി അവൾ നമ്മളെ തിരഞ്ഞ് കണ്ടെത്തിട്ട് നമുക്ക് എങ്ങോട്ടും പോകണ്ട. നമുക്ക് ഇനി ഫുള്ള് ഇവിടെ തന്നെ നിൽക്കാം. അതാണ് എൻ്റെ ഒരു ഇത്. ഞാൻ ഒത്ര ഉറക്കത്തിൽ പറയാത്തത്. അവിടെ അപ്പുറത്ത് അവൾ ഉണ്ട്. അപ്പോൾ അവൾ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് സൗണ്ടിൽ പറയും. പിന്നെ